ഭക്ഷണം കഴിച്ചിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ക്ഷീണം, ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് കിടക്കണമെന്ന് തോന്നും. ബാഗ് തുറന്ന് ഒരു മുട്ടായി എടുത്ത് കഴിക്കുകയോ ഇല്ലെങ്കിൽ അല്പം മധുരം കഴിക്കുകയും ചെയ്തിരുന്നാൽ ആ ക്ഷീണം പെട്ടെന്ന് മാറും. പലരും വിചാരിക്കുന്നത് പ്രമേഹ രോഗമാണെന്ന് കരുതി രക്തം പരിശോധിക്കുമ്പോഴോ നോർമലായിട്ട് കണ്ടുവന്ന് വരാം. ഇത് യഥാർത്ഥത്തിൽ പ്രമേഹ രോഗമല്ല. ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിനകത്ത് ഷുഗർ സ്പൈക്സ് ഉണ്ടാകുന്നതാണ്. പലപ്പോഴും ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ, അപ്പം, ഇടിയപ്പം, അരിപ്പുട്ട് പോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ രാവിലെ കഴിച്ച് നല്ല മധുരമുള്ള എന്തെങ്കിലും ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ ഇവ പെട്ടെന്ന് തന്നെ ദഹിച്ച്, കാരണം ഇവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ്, വളരെ പെട്ടെന്ന് ദഹിച്ച് രക്തത്തിൽ ഇത് എന്ന് പറഞ്ഞ് ഷുഗർ ലെവൽ ഉയർത്തും. രക്തത്തിൽ ഷുഗർ ലെവൽ വല്ലാണ്ട് ഉയരുന്ന സമയത്ത് നമ്മുടെ പാൻക്രിയാസ് കൂടുതലായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരം ഇതിനെ ദഹിപ്പിച്ച് ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് പകരം കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യും. അതായത് നമ്മൾ പെട്ടെന്ന് വണ്ണം വയ്ക്കും. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് രക്തത്തിലുള്ള ഷുഗറിനെ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? നോർമൽ ലിമിറ്റിനേക്കാൾ പെട്ടെന്ന് നമ്മുടെ രക്തത്തിലുള്ള ഷുഗർ താഴേക്കും കുറഞ്ഞു പോകും. നമ്മൾ പലപ്പോഴും രക്തം പരിശോധിക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് 60-65 ഷുഗർ കാണത്തുള്ളൂ. ഇങ്ങനെ കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെടും. എന്തെങ്കിലും മധുരം കഴിക്കണം എന്നൊരു തോന്നലുണ്ടാവും. ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാർ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ്. രാവിലെ ഫുഡ് കഴിച്ചാലും 11 മണിയാകുമ്പോൾ കൈവറയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂവിൽ വ്യത്യാസം വരുത്തുക. കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണം, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ 2 അല്ലെങ്കിൽ 3 മുട്ടയുടെ വെള്ള കഴിക്കുക, ഒരു മുട്ടയുടെ മഞ്ഞ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടൊപ്പം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഫൈബർ കണ്ടന്റ് ഉള്ള, ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ, മധുരം പൂർണ്ണമായിട്ടും കുറച്ചുകൊണ്ടുള്ള ഭക്ഷണങ്ങളായിട്ട് ഉൾപ്പെടുത്തുക. വെള്ളയരി കഴിക്കുന്നതിന് പകരം തവിടുള്ള അരിയും ഇലക്കറികൾ, പച്ചക്കറികൾ എന്നിവ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. മീൻ, ഇറച്ചി, മുട്ട പോലുള്ളവ ലഞ്ചിന്റെ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവ ദഹിച്ച് നമ്മുടെ ശരീരത്തിൽ ഷുഗർ സ്പൈക്സ് ഉണ്ടാക്കുന്നതിനെ കുറച്ചുകൊണ്ട് വരികയും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപാദനത്തിൽ ഗണ്യമായിട്ടുള്ള വ്യത്യാസം വരികയും നിങ്ങളുടെ ശരീരത്തിൽ വല്ലാണ്ട് ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഒഴിവാകുകയും ഈ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരുന്ന ഒരു പ്രശ്നം ഒഴിവാകുകയും ചെയ്യും. ഇന്ന് ഒരുപാട് പേർക്ക് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ മെറ്റബോളിസം നന്നായിട്ട് വർക്ക് ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ ക്ഷീണം, തലകറക്കം മാറുകയും ചെയ്യും.